നമസ്കാരം. ഇത് ഇന്നോവ ക്രിസ്റ്റയാണ്. ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. ഈ കാണുന്നത് ടോപ്പ് വേരിയൻ്റാണ്, അതായത് ഇന്നോവ ക്രിസ്റ്റയുടെ ടോപ്പ് വേരിയൻ്റാണ്. ഇത് 2.4 ലിറ്ററാണ്, 4 സിലിണ്ടറാണ്, ഡീസൽ എഞ്ചിനാണ്. പിന്നെ ഇതിൽ പല കളേഴ്സ് വരുന്നുണ്ട്. ഈ കാണുന്നത് വൈറ്റാണ്, അതേപോലെ തന്നെ സിൽവർ വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ബ്രൗൺസ് വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ റെഡ് അങ്ങനെ ഇറങ്ങാറില്ല. മാത്രമല്ല ആളുകൾ കൂടുതൽ ഈ വൈറ്റിലേക്കാണ്. വൈറ്റ്, സിൽവർ ഇതൊക്കെയാണ് ആളുകൾ ഒന്നുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒന്നുകൂടെ അട്രാക്റ്റീവായിട്ടുള്ള കളർ ഈ വൈറ്റും ഗ്രേ സിൽവറൊക്കെയാണ്. ഇതിന് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 55 ലിറ്ററാണ്. അതിൻ്റെ ബൂട്ട് സ്പേസ് ഒക്കെ വരുന്നത് ഒരു 300 ലിറ്റർ. അതായത് ഈ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഈ 2 സീറ്റുകൾ നമുക്ക് ഫോൾഡബിളാണ്. അതായത് ഇത് ഫോൾഡ് ചെയ്ത് ഈ സൈഡിലൊന്ന് ഹാങ് ചെയ്ത് നമുക്ക് വെക്കാനൊക്കെ പറ്റും. മാത്രമല്ല ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ ഒരു ടൂൾ കിറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ആ ബാക്ക് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട്. മാത്രമല്ല അകത്തോട്ട് നോക്കുമ്പോൾ നല്ല വുഡൻ ഫിനിഷ് ആയിട്ടുള്ള ചില ഡിസൈൻസ് കാണാം. 2 ക്യാപ്റ്റൻ സീറ്റ് കാണാം, ഹാൻഡ് റെസ്റ്റ് കാണാം. ഈ ക്യാപ്റ്റൻ സീറ്റ് വരുന്നത് നമ്മുടെ ZXനകത്ത് മാത്രം, അതായത് നമ്മുടെ ഈ ടോപ്പ് വേരിയൻറ്റിനകത്ത് മാത്രമേ ഉള്ളൂ ഈ ക്യാപ്റ്റൻ സീറ്റ് വരുന്നത്. അല്ലാത്തതിനകത്തൊക്കെ നല്ലൊരു ബെഞ്ച് സീറ്റായിട്ടേ വരുന്നുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഈ ZX ടോപ്പ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഒരു 7 സീറ്റർ വണ്ടിയാണ്. മാത്രമല്ല ഈ ടീ ട്രേ, അതായത് ഇത് ടോപ്പ് വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. അതായത് നമുക്ക് ഈ ടീസും ഇതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല ഈ മണ്ടയ്ക്ക് കാണുന്ന ആംബിയൻ ലൈറ്റൊക്കെ നമുക്ക് ഈ ടോപ്പ് വേരിയൻറ്റിനകത്തേ കാണാൻ കഴിയത്തുള്ളൂ. കാര്യം ഇതൊരു നല്ലൊരു ആംബിയൻസ് ആയിട്ട് കിട്ടുന്ന ഒരു സൂപ്പർ ലൈറ്റാണ്. അത് ഈ ടോപ്പ് വേരിയൻറ്റിനകത്ത് മാത്രമേ ഉള്ളൂ. GX അതായത് ബേസ് വേരിയൻറ്റിനകത്ത് അതൊന്നും കാണാൻ കഴിയില്ല. നമ്മുടെ ക്രിസ്റ്റ പ്രധാനമായിട്ട് 4 വേരിയൻസിലാണ് വരുന്നത്. അതായത് GX+, VX, ZX. അതിൽ ഈ കാണുന്ന ZX ആണ് ഇതിൻ്റെ ടോപ്പ് എൻഡ്. ഈ ZX അപ്പോൾ ഇതിൽ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സേഫ്റ്റി ഫീച്ചർ, എയർ ബാഗ്സിൻ്റെ ഫീച്ചർ, സീറ്റിൻ്റെ ആണെങ്കിൽ 7 സീറ്ററേ വരുന്നുള്ളൂ. മറ്റേ ബേസിലാണ് 8 സീറ്റ് വരുന്നുണ്ട്. ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് GX ആണ്. അതിൽ ഇച്ചിരി ഒന്ന് ടോപ്പായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ GX+. അതൊരു മിഡ് വേരിയൻ്റാണ്. അതായത് 2024 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മിഡ് വേരിയൻ്റാണ്. മാത്രമല്ല അതിനൊക്കെ ആണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കയറ്റമൊക്കെ ഒന്ന് നിർത്തിയിടുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഫീച്ചറൊക്കെ ഉണ്ട്. അത് നമ്മുടെ ബേസ് വേരിയൻറ്റിന് കുറവായിരിക്കും. പക്ഷേ ഈ ടോപ്പ് വേരിയൻ്റായിട്ടുള്ള ZX ആ വേരിയൻറ്റിന് അതൊക്കെ കൂടുതലായിരിക്കും. ഈ ബേസ് വേരിയൻറ്റും ടോപ്പ് വേരിയൻറ്റും കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമില്ല. എന്നാൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. രണ്ടിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റ് ആണെങ്കിൽ തന്നെ നമ്മുടെ ബേസ് വേരിയൻറ്റ് GX നോക്കുവാണെങ്കിൽ അതിൽ മാനുവലാണ്. എന്നാൽ നമ്മുടെ ZX ടോപ്പ് വേരിയൻറ്റ് നോക്കുവാണെങ്കിൽ 8 വേ ആയിട്ട് അഡ്ജസ്റ്റബിൾ സീറ്റുകളാണ്. മാത്രമല്ല ആംബിയൻ ലൈറ്റ് മറ്റേതിലില്ല, ഇതിലുണ്ട്. ട്രൈ സ്പോട്ട്, അതായത് മറ്റേ ട്രൈ ടേബിൾ ഇതിൽ ZXലുണ്ട്, നമ്മുടെ GXലില്ല. മാത്രമല്ല വുഡൻ ഫിനിഷ് ആയിട്ടുള്ള ഓരോ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ടോപ്പ് വേരിയൻറ്റിലുണ്ട്. എന്നാൽ അതിൻ്റെ ബേസ് വേരിയൻസിലില്ല. ക്രൂയിസ് കൺട്രോൾ അത് നോർമലി ബേസ് വേരിയൻറ്റിലില്ല, ടോപ്പ് വേരിയൻറ്റിലുണ്ട്. എന്നാൽ ZX ആണ് നല്ലത്.